ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. പല നാർസിസിസ്റ്റ് വിക്ടിമും നമ്മോട് വന്ന് പറയുന്ന ഒരു പരാതിയുണ്ട്. നാർസിസിസ്റ്റിനോട് സ്നേഹം ഒട്ടും കുറയുന്നില്ല, ട്രോമ ബോണ്ടിങ് പൊളിയുന്നില്ല, അവരെ വിട്ടു പോരാൻ തോന്നുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹം കുറക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രോമ ബോണ്ടിങ് ഉള്ള സമയത്തൊക്കെ നമുക്ക് ബുദ്ധി വർക്ക് ചെയ്യൂല, ഇമോഷനായിട്ട് വർക്ക് ചെയ്യാം, ബുദ്ധി ഒട്ടും വർക്ക് ചെയ്യൂല. നമ്മൾ എത്ര ഉപദേശിച്ചാലും നമ്മുടെ മനസ്സ് നമ്മളെ കൂടെ നിൽക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ മനസ്സിനെ പരിവപ്പെടുത്തേണ്ട ചില രീതികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഒന്ന് ഇടക്കിടക്ക് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇത് അഭിനയമാണ്, ഇത് അഭിനയമാണ്. അവരുടെ സ്നേഹം കാണുമ്പോൾ ഇത് അഭിനയമാണ്, അഭിനയമാണ്, അഭിനയമാണ് എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. മാത്രവുമല്ല, ചില ഉദാഹരണങ്ങൾ അറിയാലോ, ആ ഉദാഹരണങ്ങൾ മനസ്സിനോട് പറയാം. അന്നങ്ങനെ കാണിച്ചിട്ടില്ലേ, മറ്റൊരു സമയത്ത് ഇങ്ങനെ കാണിച്ചിട്ടില്ലേ, ഇതൊക്കെ അഭിനയമാണ്, അഭിനയമാണ്, ഈ അഭിനയത്തിൽ ഞാൻ വീഴൂല എന്ന് ശക്തമായി മനസ്സിനെ പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവർ ചെയ്ത ദ്രോഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുക. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും വ്യക്തിമായ ആൾക്കാരോട് പറയാം, നിങ്ങൾ പഴയ കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ ഓർക്കണ്ട, അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. പക്ഷേ ട്രോമ ബോണ്ടിങ് ഉള്ള ആൾക്കാർ ഓർത്തില്ലെങ്കിൽ ഇവർ വീണ്ടും ഈയാൻ പാറ്റകളെ പോലെ അവരുടെ കരവലയത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ കഷ്ടപ്പെട്ട് ഓർക്കുന്നതിന് പകരം എവിടെയെങ്കിലും എഴുതി വെക്കുക, ഡീറ്റെയിലായിട്ട് എഴുതി വെക്കുക. ഇവരോട് സ്നേഹം തോന്നുന്ന സമയത്ത് അതെടുത്ത് വായിക്കുക. സ്വാഭാവികമായിട്ടും കുറച്ച് സ്നേഹം കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് ഡിസോണൻസ്, ചില സമയത്ത് നമുക്ക് അയാൾ മാറും അല്ലെങ്കിൽ അവൾ മാറും, നന്നാവും, ഇനിയും ഒരു അവസരം കൊടുക്കുക എന്ന ചിന്ത വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിനെ പഠിപ്പിക്കുക, ഇത് ട്രോമ ബോണ്ടിങ് ആണ്, എനിക്കിപ്പോൾ ഉള്ളത് ട്രോമ ബോണ്ടിങ് ആണ്, ഇദ്ദേഹം അല്ലെങ്കിൽ ഇവൾ മാറൂല. എന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്ന്, അതായത് പഴയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ദ്രോഹമുണ്ടായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതൊക്കെ നോക്കുക, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിനെ പഠിപ്പിക്കുക. എന്നിട്ട് പറയുക, ഇത് ട്രോമ ബോണ്ടിങ് ആണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇനിയും വീണ്ടും അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ അവളിലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിനെ പഠിപ്പിക്കാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. നേരത്തെ പറഞ്ഞത് അവർ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് പുറമെ അവരെ സ്നേഹമോ അവരിൽ നിന്ന് മറ്റ് കാര്യങ്ങളോ പ്രതീക്ഷിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തന്നെ അവർക്കൊരു ഫലമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നാർസിസിസ്റ്റിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അവരിൽ നിന്ന് വിട്ടുപോകാനോ അവരെ കരവലയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ പറ്റൂല. അതുകൊണ്ട് ഉറപ്പിക്കുക, എനിക്കൊന്നും വേണ്ട, ഇനി ഒന്നും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ചില ആൾക്കാരെങ്കിലും ചോദിക്കും, നമ്മളെ സ്വത്ത്, നമ്മളെ സ്വർണം, നമ്മളെ മറ്റു കാര്യങ്ങൾക്ക് അവരുടെ അടുത്ത് ഇല്ലേ, അതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ. ഞാൻ ഈ പറഞ്ഞ അതല്ല, ട്രോമ ബോണ്ടിങ്ങുള്ള സമയത്താണ്. പിന്നീട് ട്രോമ ബോണ്ടിങ്ങൊക്കെ പോയി നിങ്ങളുടെ മനസ്സ് സെറ്റായി ഇനി വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എപ്പോൾ തീരുമാനിക്കരുത്, നിങ്ങൾ ഉറച്ച തീരുമാനമെടുത്ത് മാറി നിൽക്കുന്നത് വരെ. ഈ മാറി നിൽക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമൊന്നുമല്ല കേട്ടോ. മാറി നിന്നാലും അവർ വീണ്ടും കരവലയത്തിലാക്കും. പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും നമ്മളെ ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർ പറയും തരാം തരാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അതൊരു ആയുധമായിട്ട്, അതൊരു ചൂണ്ടായി കൊളുത്തുകയും അതിലൂടെ വലിക്കുകയും ചെയ്യും. അതൊക്കെ നേരിടാൻ കഴിവുണ്ടെങ്കിൽ മാത്രം ട്രോമ ബോണ്ടിങ്ങൊക്കെ പോയതിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്തോ. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് കൂടെ ഉണ്ടാവുമ്പോൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. സൈക്കോളജിസ്റ്റോ അഡ്വക്കേറ്റോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കൂടെയുണ്ട്, അവർ പറയാണ് ചോദിച്ചോ, നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കോ. ആ സാഹചര്യത്തിൽ അവരെ കൂടെ ഇരിക്കുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ തനിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ആയുധമായിട്ട് അവരെടുക്കുകയും പിന്നീട് അവരുടെ ആ ഒരു കരവലയത്തിലേക്ക്, ആ ബൗണ്ടറിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നല്ല ഓർമ്മകൾ ഓർക്കാതിരിക്കുക. പലപ്പോഴും നമുക്ക് മറക്കാനുള്ള പ്രയാസം എന്ന് പറയുന്നത്, ഇവരെ നല്ല മുഖവും നമുക്കറിയാലോ. ചിലപ്പോഴൊക്കെ ഇവർ നല്ല രീതിയിൽ നമ്മോട് പെരുമാറിയിട്ടുണ്ടാവും, നമ്മളോട് സ്നേഹം കാണിച്ചിട്ടുണ്ടാവും, പലതും തന്നിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ വീണ്ടും ഓർക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഈ മുറിവ് ഒരിക്കലും ഉണക്കാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും മനസ്സ് അങ്ങോട്ട് തന്നെ ചായുന്ന അവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ച് പ്രീവിയസ് ആയിട്ട് ഫാമിലിയിൽ നിന്നൊന്നും സ്നേഹം കിട്ടാത്ത ഒരാൾ പാർട്ട്ണറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ എത്ര മോശക്കാരാണെങ്കിലും പിന്നീട് ആ സ്നേഹം വേണ്ടാന്ന് വെക്കാൻ പറ്റൂല, നമ്മുടെ മനസ്സ് അനുവദിക്കൂല. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം നല്ല ഓർമ്മകൾ മുറിച്ച് കളയുക. ആ ഓർമ്മകളിലേക്ക് മനസ്സിനെ പോകുന്നതിനെ ശക്തമായി തടയുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നോ കോണ്ടാക്റ്റ് ഓർ ലോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. ഒന്നും തീരെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്.
എന്നാൽ നോ കോണ്ടാക്റ്റ് പറ്റൂല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരേ വീട്ടിലാണ്, ഒരിക്കലും അകലാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളാണ് എങ്കിൽ ലോ കോണ്ടാക്റ്റ്, അതായത് ഏറ്റവും ആവശ്യഘട്ടത്തിൽ മാത്രം, ആവശ്യത്തിന് മാത്രം ബന്ധപ്പെടുക. അതിനപ്പുറത്തേക്കുള്ള ബന്ധം മാക്സിമം ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലും അവർക്ക് നിങ്ങളെ ട്രോമ ബോണ്ടിങ്ങിൽ പെടുത്താൻ പ്രയാസമാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പുതിയ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഇവരെ കൂടെയുള്ള ജീവിതം വേറൊരു ജീവിതമായിട്ടും നിങ്ങൾ ഇനി തുടങ്ങുന്നത് ഒരു പുതിയ ജീവിതമായിട്ട് കണക്കാക്കുക. ഈ പുതിയ ജീവിതത്തിൽ എന്തൊക്കെ വേണം, ഇവരിൽ നിന്ന് മോചിതമായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവും, അതൊക്കെ എങ്ങനെ മറികടക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. പലപ്പോഴും അവർ നമ്മളിൽ സംശയം ഇട്ട് തന്നിട്ടുണ്ടാവും, നമ്മളാണ് തെറ്റുകാർ, നമ്മളാണ് കുറ്റക്കാർ എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരിൽ നിന്ന് വിട്ടു പോകുമ്പോൾ കുറ്റപ്പെടുത്തും. പാവമല്ലേ, ഒരവസരം കൊടുക്കണ്ടേ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എന്ന രീതിയിലൊക്കെ ന്യായീകരണം വരും. അതൊക്കെ അപ്പം തന്നെ മാറ്റി വെക്കുക. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഇരയാണ്, റിയാക്റ്റീവായിട്ട് ഞാൻ പലതും ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഞാൻ വീണ്ടും പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് മനസ്സിനെ പഠിപ്പിച്ചിട്ട് ഈ കുറ്റപ്പെടുത്തൽ മാറ്റി നിർത്തുക. ഇങ്ങനെ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹം തനിയെ കുറഞ്ഞു വരുന്നത് കാണാം. ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് തെറാപ്പി, കൃത്യമായിട്ട് തെറാപ്പി ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ സ്വയം നടപ്പിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോവുക. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ, സ്നേഹത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ, ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നാണ്. മനഃശാസ്ത്ര മേഖലയിലെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു പുസ്തകമാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. മുകളിൽ നമ്പറുണ്ട്. വീണ്ടും കാണാം. നന്ദി.